ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഉടൻ പുറത്തുവിടുമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറയുന്നു. 6-ാം തീയതി വാർത്താസമ്മേളനം നടത്തി കണക്കുകൾ വ്യക്തമാക്കും. കണക്ക് പുറത്തുവിടണമെന്ന് സംസ്ഥാന നേതൃത്വം പറഞ്ഞിരുന്നു. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുകയാണ്. അജീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണോ കണക്കുകൾ പുറത്തുവിടണമെന്ന്? സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. സംസ്ഥാന നേതൃത്വം നിർദ്ദേശത്തിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിനായി ആലോചിക്കുന്നത്. അങ്ങനെ വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിടാൻ ഒരുക്കത്തിലാണ് ജില്ലാ കമ്മിറ്റി. നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അത് പൊതുസമൂഹത്തിന് മുന്നിൽ അത് വ്യക്തമാക്കേണ്ട എന്നുള്ളൊരു സൂചനയായിരുന്നു ജില്ലാ സെക്രട്ടറി നൽകിയതെങ്കിൽ ഇന്നിപ്പോൾ അസ്വാഭാവികമായിട്ട് സാധാരണ പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് പാർട്ടി ഒരു ഫണ്ട് പിരിവ് നടത്തുകയാണെങ്കിൽ അത് പാർട്ടി ഘടകങ്ങളിൽ അവതരിപ്പിക്കാറാണ് പതിവ്. സ്വാഭാവികമായിട്ട് അത് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാറില്ല. നേരത്തെയും അങ്ങനെ തന്നെയാണ് പാർട്ടി ഈ ആരോപണത്തിൽ ന്യായീകരിച്ചത്. പക്ഷേ പാർട്ടി അണികൾക്കിടയിലും പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ സംശയങ്ങൾ ഉയരുന്നൊരു പശ്ചാത്തലമുണ്ട്. കാരണം വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ അത് തെളിവ് നിരത്തിക്കൊണ്ടുള്ളതായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ ന്യായീകരണങ്ങൾക്കെല്ലാം അദ്ദേഹം വ്യക്തമായ തെളിവുകൾ നൽകിയാണ് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും പാർട്ടി അണികൾക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉടലെടുത്തിരുന്നു. സ്വാഭാവികമായിട്ടും ഈ പയ്യന്നൂരിൽ അതിനുശേഷം നടന്ന പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ തന്നെ ഈ വിമർശനങ്ങളും ഉയർന്നു. ഈ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ നടപടി, അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകാത്തത്, ഇതിനെതിരെയൊക്കെ തന്നെ വലിയ വിമർശനം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് TI മധുസൂദനൻ ഇതിന് ശേഷം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പോലും അദ്ദേഹം വ്യക്തമായ ഒരു മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. കാരണം വൈകാരികമായി വിഷയത്തെ കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹത്തിന് കയ്യിൽ കൃത്യമായ ഒരു കണക്കുകൾ പോലും ഇല്ലായിരുന്നു. എല്ലാം പാർട്ടി പറയുമെന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹത്തിന് സ്വീകരിച്ചത്. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് പാർട്ടി വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയും സമ്മർദ്ദത്തിലാവുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഈ കണക്കുകൾ, വരവ് ചെലവ് കണക്കുകൾ മാധ്യമങ്ങളിലൂടെ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ പുറത്തു വിടണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയത്. എന്തായാലും ഈ കണ്ണൂർ ജില്ലയിലൂടെ ഇപ്പോൾ വികസന മുന്നേറ്റ ജാഥ കടന്നു വരുന്നുണ്ട്. ഫെബ്രുവരി 5 വരെ അതിന്റെ തിരക്കുകളിലായിരിക്കും ജില്ലാ സെക്രട്ടറി അടക്കമുള്ള പാർട്ടി ഘടകങ്ങൾ മുഴുവനും. അതിനുശേഷമായിരിക്കും ഈ വിശദമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ അദ്ദേഹം പുറത്തുവിടുക. എന്തായാലും കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അല്ലെങ്കിൽ പാർട്ടിക്ക് അതിന് കൃത്യമായ മറുപടി ഉണ്ടോ എന്നുള്ളത് അന്ന് നമുക്ക് വ്യക്തമാകും. താങ്ക് യു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.